നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ഉത്സവം അതിവിശിഷ്ടമായ സ്വർണ്ണക്കോലത്തിൽ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി. ആറാം വിളക്കുദിനത്തിൽ ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ശീവേലിക്കാണ് ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോല തേജസ്സിൽ എഴുന്നള്ളിയത്. ദർശന പ്രാധാന്യമുള്ള 8ാം വിളക്ക് തിങ്കളാഴ്ച. ചങ്ങരംകുളം കോലിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ പാവിട്ടപ്പുറം ഒതളൂർ സ്വദേശി 28 വയസ്സുള്ള കഴുങ്ങിൽ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർകുളം നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. അതിവിശിഷ്ടമായ സ്വർണ്ണക്കോലത്തിൽ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി. ആറാം വിളക്കുദിനത്തിൽ ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ശീവേലിക്കാണ് ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോല തേജസ്സിൽ എഴുന്നള്ളിയത്. ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരി സ്വർണ്ണക്കോലത്തിൽ ഭഗവാന്റെ പൊൻതിടമ്പ് വഹിച്ചു. ഗുരുവായൂർ നന്ദനാണ് കോലമേറ്റിയത്. ഇനി ഉത്സവം കഴിയും വരെ ഉച്ചതിരിഞ്ഞുള്ള ശീവേലിക്കും പള്ളിവേട്ട, ആറാട്ട്, ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്കും സ്വർണ്ണക്കോലമായിരിക്കും. ആറാം വിളക്കുദിനത്തിൽ രാവിലെ ശീവേലി മേളത്തിൽ വകകൊട്ടൽ പ്രധാനമായിരുന്നു. പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് മാരാർ, കക്കാട് രാജപ്പൻ തുടങ്ങിയ പ്രമാണികരായിരുന്നു വകകൊട്ടൽ നയിച്ചത്. പഞ്ചാരിമേളം വടക്കേ നടയിലെത്തിയപ്പോഴായിരുന്നു വകകുട്ടിയത്. പ്രാമാണികൻ കുട്ടിയ താളവട്ടങ്ങൾ മറ്റു ചെണ്ടക്കാരിലേക്ക് പകർന്ന് ഏറ്റിച്ചുരുക്കുന്ന മേളപ്രയോഗമാണിത്. ഇത് കേട്ട് ആസ്വദിക്കാൻ മേളപ്രേമികൾ ഏറെയുണ്ടായി. മേളത്തിനിടയിൽ കലാകാരന്മാർക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുടവ നൽകി. തിങ്കളാഴ്ചയാണ് ദർശന പ്രാധാന്യമുള്ള 8ാം വിളക്ക്. വലിയ ബലിപീഠത്തിൽ തന്ത്രി ബലിതൂകുന്ന ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും. മറ്റു വാർത്തയിലേക്ക്. ചങ്ങരംകുളം കോലിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ പാവിട്ടപ്പുറം ഒതളൂർ സ്വദേശി 28 വയസ്സുള്ള കഴുങ്ങിൽ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 10:30 കോലിക്കര ബസ് സ്റ്റോപ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന വെള്ളർക്കാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ ചങ്ങരംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്ന് ആദ്യം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. പരിക്ക് അതീവ ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങി. മൃതദേഹം ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വേനൽ കടുത്തതോടെ കുടിവെള്ളം കിട്ടാക്കനിയായ ചൂണ്ടൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് അംഗം ആന്റോ പോൾ വാഴാനിപ്പുഴയിൽ നിന്നും കേച്ചേരി പെരുമണ്ണ് ചിറ വരെ തുറന്നുവിടാറുള്ള കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റോ പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കൊടും വേനൽ ആരംഭിക്കുന്ന മാർച്ച് മാസത്തിൽ വാഴാനി ഡാമിൽ നിന്നും പാറന്നൂർ ചിറ, പെരുമണ്ണ് ചിറ എന്നിവിടങ്ങളിലേക്ക് കേച്ചേരി പുഴ വഴി വാഴാനി വെള്ളം തുറന്നുവിടാറുണ്ടായിരുന്നു. ഈ വെള്ളം ചൂണ്ടൽ പഞ്ചായത്തിലെ വരൾച്ച നിയന്ത്രിക്കാൻ സഹായകരമായിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ വാഴാനി വെള്ളം കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. മാർച്ച് 31-ന് പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമായ പറപ്പൂക്കാവ് പൂരം ആഘോഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുഴയിൽ വെള്ളമില്ലാത്തത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പ്രദേശത്തുള്ളവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത നിലവിലെ സാഹചര്യത്തിലും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി വലിയ ടാങ്കർ ലോറികളിൽ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത് നിർബാധം തുടരുകയാണ്. ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിൽ റോഡ് നനയ്ക്കാനും നിർമ്മാണ പ്രവൃത്തികൾക്കും വെള്ളം കൊണ്ടുപോകുന്നത് MLAയുടെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും മൗന അനുവാദത്തോടെയാണെന്ന് ആന്റോ പോൾ പറഞ്ഞു. ഈ കഴിഞ്ഞ സമയത്ത് കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം പുഴയിലേക്ക് വിടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ആവശ്യവും നമ്മുടെ അനിവാര്യവുമായ അവകാശവുമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വാഴാനിയിൽ നിന്ന് വെള്ളം തുറന്നു വിടേണ്ട അനിവാര്യമാണ്. അക്കിക്കാവ് ബൈപ്പാസ് റോഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ടാങ്കറുകളിൽ ദിവസം അത്യാവശ്യം വണ്ടികൾ ടാങ്കറിൽ വെള്ളം ഈ പുഴയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. വികസന പ്രവർത്തനത്തിന് ഞങ്ങൾ എതിരല്ല എങ്കിലും കുടിവെള്ളം പുഴയിലെത്താത്ത സാഹചര്യം ഉണ്ടായാൽ ആ വാഹനം വരെ ഈ പൂരത്തിന് മുമ്പ് കുടിവെള്ളം പുഴയിൽ വാഴാനി വെള്ളം എത്താത്ത സാഹചര്യം ഉണ്ടായില്ലേ, ആ ടാങ്കർ വണ്ടികൾ ഞങ്ങൾ തടഞ്ഞിടും. ഈ പുഴയിൽ നിന്ന് വെള്ളം അനുവദിക്കാൻ അവർക്ക് ഞങ്ങൾ ഒരു കാരണവശാലും അനുവാദം നോക്കില്ല. ഇത് ഈ നാടിൻ്റെ ആവശ്യമാണ്, ചൂണ്ട പഞ്ചായത്തിൻ്റെ ആവശ്യമാണ്. ഇത് ബന്ധപ്പെട്ട MLAയും പഞ്ചായത്തും വേണ്ട രീതിയിൽ ഇടപെടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഴാനി വെള്ളം ഈ പ്രദേശത്ത് എത്താത്തത്.
കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആൻഡോപോൾ ജില്ലാ കളക്ടർക്കും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയതായും അറിയിച്ചു. ഈ വിഷയം പരിഹരിക്കുന്നതിന് പഞ്ചായത്തിന്റെയും മണലൂർ MLAയുടെയും അലംഭാവവും കഴിവുകേടുമാണ് ഇവിടേക്ക് വെള്ളം ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നതെന്നും പ്രദേശത്തിന്റെ വരൾച്ച നിയന്ത്രിക്കാൻ വാഴാനിയിൽ നിന്നും വെള്ളം ലഭിക്കാൻ വേണ്ട സത്വര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ വ്യക്തമാക്കി. പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോപോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, കോൺഗ്രസ് നേതാക്കളായ UV അശോകൻ, ഡേവിസ് വാഴപ്പിള്ളി എന്നിവർ വെള്ളം വറ്റിയ നിലയിലുള്ള പാറന്നൂർ ചിറയും പരിസരവും സന്ദർശിച്ചു. പുന്നിയൂർ അകലാട് സ്കൂളിന് സമീപത്തുള്ള മിനി MCF പരിസരത്ത് മാലിന്യം തള്ളിയ ഹോട്ടൽ ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കി. വാർഡ് മെമ്പർ അറിയിച്ചതുപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ BS ആരിഫ, സഹായി അക്ഷര, പഞ്ചായത്ത് ഡ്രൈവർ ഇബ്രാഹിംകുട്ടി, ഹരിതകർമ്മസേന ഡ്രൈവർ മിഥുൻ രാജ് എന്നിവർ സ്ഥലത്തെത്തി മാലിന്യക്കെട്ട് പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ കുന്നംകുളത്തെ പ്രമുഖ ഹോട്ടലാണ് മാലിന്യം തള്ളിയത് എന്നതിനുള്ള തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി NB ഷീജയുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് സംഘം ഹോട്ടൽ ഉടമയെ സ്ഥലത്തെത്തിക്കുകയും മാലിന്യം തന്റേതാണെന്ന് ഉടമ സമ്മതിക്കുകയും ചെയ്തു. തുടർന്നാണ് നോട്ടീസ് നൽകി 20,000 രൂപ പിഴ ഈടാക്കിയത്. മാലിന്യം പൊതുസ്ഥലത്തു നിന്ന് മാറ്റാനുള്ള നിർദ്ദേശവും നൽകി. ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ACP, DYSP ഓഫീസുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ. പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരിൽ ആവശ്യമുള്ളവർക്ക് അടിയന്തര മാനസിക പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. NK അക്ബർ MLA സ്നേഹിത സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേക്കാട് സ്റ്റേഷൻ SHO K അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NMK നബീൽ, ജിയോ ഫോക്സ്, ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ് തുടങ്ങി ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ U മോനിഷ സ്വാഗതവും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു നന്ദിയും പറഞ്ഞു. 2 ദിവസമായി നടന്ന CPI കാട്ടകമ്പ ലോക്കൽ സമ്മേളനം സമാപിച്ചു. പഴഞ്ഞി ക്രസന്റ് കോളേജിലെ C ഉണ്ണിരാജ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന അംഗം MA രാജൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി പ്രമേയം PG അർജുനനും അനുശോചന പ്രമേയം ജിജി ലിവിങ്സ്റ്റനും അവതരിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PG അർജുനൻ, ബബിത ടീച്ചർ, KC സുരേന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജില്ലാ കൗൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, സെക്രട്ടേറിയറ്റ് അംഗം OK ശശി എന്നിവർ സംസാരിച്ചു. 9 അംഗ ലോക്കൽ കമ്മിറ്റിയും സെക്രട്ടറിയായി PK രവീന്ദ്രനെയും സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും ബൈക്കിലും ഇടിച്ച് അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ കരിക്കാട് സ്വദേശി കളിപ്പറമ്പിൽ 66 വയസ്സുള്ള സുബ്രഹ്മണ്യന് പരിക്കേറ്റു. ഇയാളെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ കാർത്തിക കോംപ്ലക്സിന് മുന്നിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും ബൈക്കിലും ഇടിച്ചത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി അസുഖബാധിതരായിരുന്ന സൊസൈറ്റി അംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകി. ഹൃദ്രോഗം, വൃക്ക സംബന്ധമായ രോഗം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടിയ 9 അംഗങ്ങൾക്കായി 1,80,000 രൂപയാണ് നൽകിയത്. സൊസൈറ്റി ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മെമ്പർ റിലീഫ് ഫണ്ട് വിതരണ ചടങ്ങ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘം വൈസ് പ്രസിഡന്റ് ജിതിൻ വിജയ് സ്വാഗതവും സെക്രട്ടറി ലിമി CC നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് കുതിരക്കുളം എന്ന നാട്ടുകാർ വിളിക്കുന്ന പുതൂർക്കുളം സ്ഥിതി ചെയ്യുന്നത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കുന്നത്തേരി, ഉമിക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുവാനും അലക്കുവാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ്.
എന്നാൽ കുളം ഇപ്പോൾ വശങ്ങളിടിഞ്ഞും മണ്ണു ചെളി നിറഞ്ഞും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് സംരക്ഷണ ഭിത്തി കെട്ടി ഇറങ്ങുവാൻ റാമ്പും കൽപ്പടവുകളും നിർമ്മിച്ചത്. 15 വർഷം മുമ്പാണ് ഇവ തകർന്നു വീണും പൊട്ടിപ്പൊളിഞ്ഞും നശിച്ചത്. പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കുളം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 20 കൊല്ലത്തോളായി ഈ കുതിരകുളം ഇങ്ങനെ കിടക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു, വേണ്ടപ്പെട്ട അധികാരികളോട് പറഞ്ഞു, ഒരാൾ ഇതുവരെയ്ക്കും ഇന്ന് തിരിഞ്ഞു നോക്കാനും പോലും വന്നിട്ടില്ല. എല്ലാ കുളങ്ങളും നേരാക്കേണ്ടെന്ന് പറഞ്ഞു. ഈ കുതിരകുളം എന്തെങ്ങനെ കിടക്കുന്നത്? ഇവിടേക്ക് ഒരാളും പോലും വന്നിട്ടില്ല, നേരാക്കിയിട്ടില്ല. ഇവിടെ നിൽക്കണ ഇവര് ഒക്കെ തിരുമ്പാനും കുളിക്കാനും വരുന്ന ഈ കുളം, ആ കിടക്കണതിന്റെ അവസ്ഥ ഒന്ന് നോക്കി നോക്ക്. വോട്ടിന് വരുമ്പോ പറയും വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കുളം ശരിയാക്കിയായിരുന്നെന്ന്. ഒരാൾ ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. വോട്ട് കിട്ടണം, അത്ര മാത്രമേ വേണ്ട ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അല്ലാതെ സ്ഥലങ്ങൾ നേരിയേക്കുക, കുളം നേരിയേക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലിക്കാൻ ഈ കുളത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. നീന്തൽ മത്സരങ്ങളും ഈ കുളത്തിൽ നടത്തിയിരുന്നു. ഞങ്ങളുടെ കുന്നത്തേരി എന്നുള്ള ദേശത്തുള്ള ആൾക്കാർ മാത്രമല്ല, ഒരുപാട് ഭാഗത്ത് നിന്ന് വന്ന് നീന്താൻ പഠിക്കുക, സ്കൂളുകാർ ഏറ്റെടുത്തിട്ട് അവർ നീന്താൻ പഠിപ്പിക്കുക, അതിന് മത്സരങ്ങൾ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കുളമാണ് കുതിരക്കുളം എന്നൊക്കെ പറയും. ആ കുളം ഇടയ്ക്ക് ഓരോ ഗവൺമെന്റ് വരും, അവർ ഓരോ ഫണ്ട് പാസ്സാക്കും, ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല. കുറച്ച് കാലം മുന്നേ ഇതുപോലെ ഒരു മണ്ണൊക്കെ എടുത്ത് കുറെ കല്ലൊക്കെ കയറ്റി മോളിക്ക് ഇട്ടു. ആ കല്ലൊക്കെ അവിടെ കിടന്നു, അത് അതുപോലെ ഇട്ടു. ഇവരൊക്കെ വരികപ്പോഴായി മഴ പെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറയും. അവർക്ക് പഠിക്കാനും കുളിക്കാനും നീന്താനും തലകുത്തി മറിയാനും എല്ലാം സൗകര്യം ചെയ്തുകൊണ്ട് കുളമാണ്. തിരിഞ്ഞു നോക്കണം, ഈ കുളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഗുണം ചെയ്യാം. കുന്നത്തേരി പാടശേഖരത്തിലെ നെൽകൃഷിക്കും പുതൂർക്കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയിരുന്നു. പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിലൊന്നായ പുതൂർക്കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ കനോലി കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, കൗൺസിലർമാരായ രഞ്ജിത് കുമാർ, മണികണ്ഠൻ KC, ഉമ്മു റഹ്മത്ത്, നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് 5 ദിവസം കൊണ്ട് ശുചീകരണം പൂർത്തിയാക്കിയത്. ജലാശയങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കുളവാഴയും അടിഞ്ഞ് കൂടിക്കൊണ്ട് വലിയ തോതിലുള്ള മാലിന്യ പ്രശ്നമാണ് ചാവക്കാട് നഗരമധ്യത്തിൽ ഉണ്ടായത്. എന്നാൽ നമ്മുടെ ചാവക്കാട് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ആ പ്രദേശത്തെ 21-ാം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ രഞ്ജിത് കുമാറും അവിടുത്തെ നാട്ടുകാരും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു സന്നദ്ധ പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറിയും ഉദ്യോഗസ്ഥ വൃന്ദവും ജനപ്രതിനിധികളും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് ആ മാലിന്യം അവിടെ നിന്ന് എടുത്തു നീക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി മരണാനന്തര മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി ശരീരം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ച് CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉൾപ്പെടെ 7 പേർ സമ്മതപത്രം കൈമാറി. എളവള്ളി പഞ്ചായത്തിലെ മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പൂവത്തൂർ PK കോരുമാസ്റ്റർ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിനിടെയാണ് പാർട്ടി പ്രവർത്തകർ സമ്മതപത്രം കൈമാറിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി പ്രൊഫസർ സതീദേവി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. അനിൽ പരക്കാട് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PG സുബിദാസ്, PA ഷൈൻ, TC മോഹനൻ, CF രാജൻ, NB ജയ, ചെറുപുഷ്പം ജോണി, PM അബു എന്നിവർ സംസാരിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസിന് പുറമെ ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AC രമേശ്, PK രമേശ്, CPIM അംഗങ്ങളായ MR രാജു, KS ശ്രീനിവാസൻ, VT ലിൻഡോ, ആതിര ഉണ്ണി എന്നിവരാണ് പഠനാവശ്യത്തിനായി മരണാനന്തരം തങ്ങളുടെ ശരീരങ്ങൾ വിട്ടു നൽകാൻ തയ്യാറായി സമ്മതപത്രം കൈമാറിയത്. സമ്മതപത്രം കൈമാറിയവർക്ക് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ID കാർഡ് വിതരണം ചെയ്തു.
നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിൽ വിജയിക്കുകയും SSB കോൺഫറൻസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത തമിഴ്നാട് സ്വദേശി VT മനശ്രീയെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് ആദരിച്ചു. എരുമപ്പെട്ടി ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ ഉപഹാര സമർപ്പണം നടത്തി. റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ റിട്ടയർഡ് മേജർ KP ജോസഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ആക്സിനുള്ള ധനസഹായം ആക്സ് ട്രഷറർ KA ഫരീദ് അലി ഏറ്റുവാങ്ങി. റീച്ച് ഫോർ ദി സ്റ്റാർസ് അംഗങ്ങളായ അമീന മെഹറിൻ, ഏഞ്ചൽ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, ആൻഡോപോൾ, TP പ്രജീഷ്, PS സന്ദീപ്, NS ജിഷ്ണു, പട്ടികജാതി പ്രൊമോട്ടർ അർഷ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത അർഹരായ 12 വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ചമ്മന്നൂർ GMLP സ്കൂളിൽ പഠനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ നിർമ്മിച്ച പഠനോപകരണങ്ങളുടെ പ്രദർശനവും വിവിധ പരീക്ഷണങ്ങളും ഉണ്ടായി. സ്കിറ്റ്, പാവനാടകം, വഞ്ചിപ്പാട്ട് തുടങ്ങിയ പരിപാടികളും 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംയുക്ത ഡയറി പ്രകാശനവും നടന്നു. MPTA പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ, OSS സെക്രട്ടറി അലി തറയിൽ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ബിനി സ്വാഗതവും അശ്വതി നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി. മാർച്ച് 30-ന് കേരളം സമ്പൂർണ്ണ ശുചിത്വ പദവിയിലെത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ PK അസീസ്, AA കൃഷ്ണൻ, ശരത് രാമനുണ്ണി, രമാബാബു, KK ജയന്തി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ NM ജോസഫ്, അഭിഷേക്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ഹെഡ് ക്ലർക്ക് പ്രേം, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചിത്വ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. മറ്റം സെന്റർ മുതൽ തിരുവത്ര പാടം വരെയുള്ള മേഖലയിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ചാലിശ്ശേരി ആലിക്കര സ്വദേശിയായ അക്ബർ ആലിക്കരയുടെ കഥാസമാഹാരം ഗോസായി ചോറിന് അഷിത സ്മാരക സമിതി അവാർഡ് 10,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. റോസ്മേരി, സന്തോഷ് എച്ചിക്കാനം, ഷിഹാബുദ്ദീൻ പെയ്ത്തുംകടവ് എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് ജേതാക്കളെ നിർണയിച്ചത്. അക്ബർ പൂർണ്ണ ഉറൂബ് ചെറുകഥ അവാർഡ്, SK പൊറ്റക്കാട് പുരസ്കാരം, അക്കാഫ് പോപ്പുലർ ചെറുകഥ പുരസ്കാരം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഷാർജ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്ത പുസ്തകം ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പുരസ്കാരങ്ങൾ അക്ഷിതയുടെ ചരമദിനമായ മാർച്ച് 27-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. 25,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം M മുകുന്ദന് നൽകാൻ തീരുമാനിച്ചതായി ഭാരവാഹികളായ ഷിഹാബുദ്ദീൻ പെയ്ത്തുംകടവ്, സന്തോഷ് എച്ചിക്കാനം, സുഭാഷ് പയ്യാവൂർ, രാജലക്ഷ്മി VK, ഷീന പ്രസാദ്, നെല്ലിയാപതി എന്നിവർ അറിയിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോർ ഒസ്താത്തിയോസ് ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. സഹവികാരി ഫാദർ മനു തങ്കച്ചൻ കൊടിയേറ്റം നിർവഹിച്ചു. 22-ന് കാലത്ത് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന, തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നുമുള്ള കാൽനട തീർത്ഥാടന യാത്രകർക്ക് വൈകിട്ട് 5:30-ന് ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്ന് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പെരുന്നാൾ ദിനമായ 23-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ പെങ്ങാമുക്ക്, പാറന്നൂർ, പെലക്കാട്ടുപയ്യൂർ, വൈശ്ശേരിയിൽ നിന്നുമുള്ള തീർത്ഥയാത്രകൾ രാവിലെ 6 മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും 10,000 പങ്കെടുക്കുന്ന ഗംഭീര നേർച്ച സദ്യയും ഉണ്ടാകും. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്കായി കൗല് ലിഫ്റ്റ് യന്ത്രം നൽകി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥനായ വെറ്റിനറി ഡോക്ടർ അഷ്റഫ് അബ്ദുറഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. രോഗബാധ മൂലമോ അല്ലാതെയോ കിടന്നുപോയ ഉരുക്കളെ സംരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കിടത്താനുള്ള യന്ത്രമാണ് കൗ ലിഫ്റ്റ് യന്ത്രം. വളർത്തുമൃഗങ്ങളെ അനായാസം ചികിത്സിക്കാൻ കഴിയുന്ന കൗ ലിഫ്റ്റ് യന്ത്രം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്.
പാറന്നൂർ സെന്റ് ജോസഫ് ഇടവകയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 6:30 നടന്ന ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കാർമ്മികത്വം വഹിച്ചു. 10 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ളക്കൽ മുഖ്യ കാർമ്മികനായി. തിരുനാൾ പാട്ടുകുർബാനയിൽ ലതീഞ്ഞും നവേനയും ഉണ്ടായി. തുടർന്ന് യൗസേ പിതാവിന്റെ മരണ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുനേർച്ചയുടെ വെഞ്ചിരിപ്പും വിതരണവും നടന്നു. കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, കൺവീനർമാരായ PV സണ്ണി, CP ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ യുവത എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് വടക്കേക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. വടക്കേക്കാട് നായരങ്ങാടിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫസലുൽ അലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ എന്നിവർ ചേർന്ന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജ്മൽ വയലത്തൂർ അധ്യക്ഷത വഹിച്ചു. മാർച്ച് വടക്കേക്കാട് മുക്കിലപ്പീടിക സെന്ററിൽ സമാപിച്ചു. സമാപന യോഗം മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ വയലേരി ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹസൻ തെക്കേപ്പാട്ടയിൽ ജാഗ്രത ജ്യോതി തെളിയിച്ച് ലഹരിമുക്ത കേരളത്തിനായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സൂരജ് ഗുരുവായൂർ, KSU സംസ്ഥാന സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് പറയങ്ങാട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, ശ്രീധരൻ മാക്കാലിക്കൽ, അഷ്റഫ് തറയിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബാനൂസ്, റസൽ നബീൽ, റഷീദ് കല്ലൂർ, ഷക്കീർ അണ്ടിക്കോട്ടിൽ, റസൽ കൊച്ചന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. തികച്ചും അശാസ്ത്രീയവും ജനങ്ങൾക്ക് ദ്രോഹകരവുമായ രീതിയിലാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള റോഡുകളിലെ പാഴ്പണികൾ നിർത്തലാക്കി മികച്ച രീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് 15-ാം വാർഡ് കമ്മിറ്റി യോഗം പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. വാർഡ് പ്രസിഡന്റ് NC സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PK ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് ICA മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി. ICA സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ നോമ്പുതുറയിൽ വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KV റഷീദ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, പഞ്ചായത്ത് മെമ്പർമാരായ VK ഫസലുൽ അലി, ശ്രീധരൻ മാക്കാലിക്കൽ, മാധ്യമപ്രവർത്തകർ, മറ്റു പൊതുരംഗത്തെ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ICA കമ്മിറ്റി പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി, സെക്രട്ടറി റഷീദ്, ട്രഷറർ ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാവീട് സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ ഊട്ടാശീർവാദം നടത്തി. പരിശുദ്ധ റാസയും ഉണ്ടായി. രാമനാഥപുരം രൂപതയിലെ സെന്റ് മേരീസ് മൈനർ സെമിനാറി ആധ്യാത്മിക പിതാവ് ഫാദർ ജസ്റ്റിൻ തടത്തിൽ മുഖ്യ കാർമ്മികനായിരുന്നു. പൂമല പള്ളി വികാരി ഫാദർ സിൻഡോ തൊറയൻ, ചോറ്റുപാറ പള്ളി വികാരി ഫാദർ ആന്റണി അമ്മുത്തൻ എന്നിവർ സഹകാർമ്മികരായി. സാഗർ ഭവൻ അസിസ്റ്റന്റ് വൊക്കേഷണൽ പ്രൊമോട്ടർ ഫാദർ സെബാസ്റ്റ്യൻ പാലത്തിങ്കൽ CMI സന്ദേശം നൽകി. റാസ ശുശ്രൂഷയ്ക്ക് ശേഷം 4000 പേർക്ക് ഊട്ടുവിരുന്ന് നൽകി. ജനറൽ കൺവീനർ EG ബിജു, ട്രസ്റ്റിമാരായ സണ്ണി ജോസ്, CG റാഫേൽ, MC നിതിൻ, PRO MF ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 ഭാഗമായി പൂവൻ വാഴക്കന്നുകൾ വിതരണം നടത്തി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ കൃഷി ഓഫീസർ ഷെഫ്രീന ഷെറിൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർമാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ എന്നിവർ പങ്കെടുത്തു. അകലട്ടെ ലഹരി, ഉണരട്ടെ മൂല്യവും ബാല്യവും എന്ന ആശയം അടിസ്ഥാനപ്പെടുത്തി ബാലഗോകുലം ഗുരുവായൂർ ജില്ലയുടെ നേതൃത്വത്തിൽ സംഭാവന സ്നേഹസംഗമം നടത്തി. വടക്കേക്കാട് SHO അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM പ്രകാശൻ അധ്യക്ഷനായി. റവന്യൂ ജില്ലാ അധ്യക്ഷൻ P ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സംഘചാലക് PN മുരളീധരൻ, TP ഉണ്ണി, സുദേവ് മുല്ലശ്ശേരി, ബാബു അയോധ്യ എന്നിവർ സംസാരിച്ചു. രമിത ടീച്ചർ സ്വാഗതവും മധു കുഴിങ്ങര നന്ദിയും പറഞ്ഞു. രഞ്ജിത്ത് ആനയോടത്ത്, MS രാജൻ, T അശോകൻ, ജിതേഷ് വയലത്തൂർ, ശ്രീലക്ഷ്മി, അനിൽകുമാർ, അരുവായ്, V പ്രസാദ്, VS സുമിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കോട്ടപ്പടി മേഖലാ സമ്മേളനം നടന്നു. കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം TB ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VP വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KK ബിബീഷ് റിപ്പോർട്ടും ഏരിയ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി KK ബിബീഷ്, പ്രസിഡന്റ് VP വിൻസെന്റ്, ട്രഷറർ സുഭാഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. നായരങ്ങാടി യൂത്ത് ഫോഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. മൂന്നാം കല്ല് ABS മദ്രസയിൽ നടത്തിയ ക്യാമ്പിൽ
പരിശോധനയ്ക്ക് ഡോക്ടർ ആകാശ്, അതുൽ, മാനാസ്, അശ്വതി, സിഗിത്, ദേവിക എന്നിവർ നേതൃത്വം നൽകി. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും നൽകി. ക്രമീകരണങ്ങൾക്ക് ഷിറാസ്, ഷാൻ മുഹമ്മദ്, റസിൻ, സൈനുൽ ആബിദ്, ഷുഹൈബ് എന്നിവർ നേതൃത്വം നൽകി. ലോക ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് വെളിച്ചം 2025 എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. 1500-ൽ പേർ ക്യാമ്പുകളിൽ പങ്കെടുത്തു. ഗ്ലോക്കോമ ഉൾപ്പെടെ മറ്റു നേത്ര രോഗങ്ങളുടെ പരിശോധനയും നടന്നു. കുന്നംകുളത്ത് നടന്ന ക്യാമ്പിന് ഡോക്ടർ ബിന്ദു തോമസ്, ഡോക്ടർ ലക്ഷ്മി എന്നിവരും ഡോക്ടർ ഡെറിൻ പുത്തൂർ ഗുരുവായൂരിലും ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രമുഖ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്ഥാപനമായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ജിടെക് വുമൺ പവർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജിടെക് തൃശൂർ റൗണ്ട് സെന്ററിൽ നടന്നു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ജിടെക് ഏരിയ ഡയറക്ടർ C ഐസാജു പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലയിലെ 23 സെന്ററുകളിലെ ഡയറക്ടർമാരും കൗൺസിലർമാരും പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷമായി പദ്ധതി ജിടെക് വിജയകരമായി നിർവഹിച്ചു വരുന്നു. റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചരമം. വാഗ സെന്ററിനടുത്ത് റേഷൻ വ്യാപാരം നടത്തിയിരുന്ന എളവള്ളി സ്വദേശി അറക്കൽ വർഗീസ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയ സെമിത്തേരിയിൽ നടന്നു. മാർഗലി ഭാര്യയാണ്. സിമി, ജോജു, പരേതയായ ജിംസി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ഉത്സവം. അതിവിശിഷ്ടമായ സ്വർണ്ണക്കോലത്തിൽ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി. 6ാം വിളക്കുദിനത്തിൽ ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ശിവേലിക്കാണ് ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോല തേജസ്സിൽ എഴുന്നള്ളിയത്. ദർശന പ്രാധാന്യമുള്ള 8ാം വിളക്ക് തിങ്കളാഴ്ച. ചങ്ങരംകുളം കോലിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ പാവിട്ടപ്പുറം ഒതളൂർ സ്വദേശി 28 വയസ്സുള്ള കഴുങ്ങിൽ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. എരുമപ്പെട്ടി കുന്നത്തേരി പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.